നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ സിലബസ് അനുസരിച്ചുള്ള 22ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. വളരെ ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ശബ്ദം പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് കുറച്ച് പേർക്ക് സംശയമുണ്ട്, ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ ആർജിക്കേണ്ട ശേഷിയും അനുഭവ പ്രവർത്തനങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ കുറച്ച് കൂട്ടുകാരെങ്കിലും ആലോചിക്കുന്നുണ്ട് എന്ന് എനിക്കൊരു തോന്നൽ. കാരണം ഇത് സിലബസിലുണ്ടോ, ഇത് എന്തിനാണ്, ഇത് എവിടെ നിന്ന് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന കൂട്ടുകാരുള്ള പോലെ തോന്നി. കുറച്ച് പേരെ കമൻസിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം തോന്നി എനിക്ക്. ചിലപ്പോൾ എൻ്റെ തോന്നൽ മാത്രമാണോ എന്നെനിക്കറിയില്ല. എങ്കിൽ കൂടിയും അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കൂട്ടുകാരെ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യപേപ്പറിൽ നിന്ന് കുറച്ച് മുൻകാലം എന്ന് വെച്ചാൽ തൊട്ട് 22-ൽ, അതായത് 2022 നടന്ന എക്സാമിന് ഉണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 8-10 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂട്ടുകാർക്ക് കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ പഠിച്ചത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വെറും ലാഘവത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ തരുന്ന ഈ നോട്ട് പഠിച്ച തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കൂട്ടുകാർക്കത് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻസ് എ ജെറോം എസ് ബ്രൂണർ, ബി എറിക്സൺ, സി ഹവാർഡ് ഗാർഡ്നർ, ഡി ആൽബർട്ട് ബന്ദുരെ. ആരാണ് ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? സിലബസ് അനുസരിച്ച്, അതായത് നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. ഏതാണ് ആൻസർ? ആൻസർ സി ആണ്, ഹവാർഡ് ഗാർഡ്നർ. അദ്ദേഹത്തിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അഥവാ ബഹുമുഖ സിദ്ധാന്തത്തെക്കുറിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പുള്ള 2017 ക്വസ്റ്റ്യൻ പേപ്പറിലും ബഹുമുഖ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് മറ്റൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ജസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ബഹുമുഖ സിദ്ധാന്തം എന്താണെന്ന് കൂട്ടുകാർ ഉറപ്പായിട്ടും പഠിക്കണം. അതിനകത്ത് ഒരു 9 സ്റ്റേജസ് ഉണ്ട്, 9 ലെവലുകളുണ്ട്. ആ ലെവലുകൾ നമ്മൾ വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ശിശുവികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻസ് എ ആഹാരം, ബി പര്യാവരണം, സി വസ്ത്രം, ഡി ജലം. ഏതായിരിക്കും ആൻസർ? വികാസത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് ഏതായിരിക്കും? ആൻസർ ബി ആണ്, പര്യാവരണം അഥവാ എൻവയോൺമെൻറ്റ്. ഓക്കെ, ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ പറയാറുണ്ട്. കുട്ടിയുടെ നിൽക്കുന്ന, അതായത് ആ കുട്ടി ജീവിക്കുന്ന പരിസ്ഥിതിയെ ആയിരിക്കും കൂടുതൽ എന്ത് ചെയ്യുക, സ്വാധീനിക്കുന്നത് എന്ന് നമ്മളിപ്പോഴും പറയാറുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: പ്രീ സ്കൂൾ പ്രായമായി കണക്കാക്കുന്നത് ഏതാണെന്ന്? ഏതായിരിക്കും? പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ, കാരണം നമ്മളിത് എന്നും പറയാറുള്ളതാണ്. പ്രീ സ്കൂൾ പ്രായം എന്താണ്? ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ഏതാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഓപ്ഷൻ സി ആണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് എന്തായിട്ട് കണക്കാക്കപ്പെടുന്നത്? പ്രീ സ്കൂൾ പ്രായമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടവും അതുതന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കെയറിങ് കൊടുക്കേണ്ടതും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിപ്പിക്കേണ്ടതും ഏറ്റവും നന്നായിട്ട് നോക്കേണ്ടതുമായ ഒരു പ്രായം എന്ന് പറയുന്നത് ഏതാണ്? ഈ പ്രീ സ്കൂൾ പ്രായമാണ്. അടുത്ത ചോദ്യം ഏതാണ്? പ്രീ സ്കൂൾ പഠന രീതി എങ്ങനെയുള്ളതായിരിക്കണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയുള്ളതാണ്? ഓപ്ഷൻസ് എ കളിരീതി, ഗവേഷണ രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഏതാണ് ആൻസർ? കളിരീതി. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഏതാണ്? കളിയിലൂടെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പെട്ടെന്ന് ഗ്രഹിക്കാനും സാധിക്കുന്നു. അപ്പോൾ ആൻസർ ഏതാണ്?
എ കളി രീതി. പ്രീ സ്കൂൾ പഠന രീതി എങ്ങനെയുള്ളതായിരിക്കണം? കളി രീതി ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ശിശുവിൻ്റെ സ്ഥൂലപേശി വികാസം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശിശുവിൻ്റെ സ്ഥൂലപേശി വികാസം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഞ്ചാരശേഷി, ആഹാരം കഴിക്കൽ, വസ്ത്രത്തിൽ ബട്ടൺ ഇടുന്നത്, ഷൂ അയക്കുന്നത്. ഏതായിരിക്കും ആൻസർ? സ്ഥൂലപേശി വികാസം. ഏതാണ് ആൻസർ? എ ആണ്, സഞ്ചാര ശേഷി. സ്ഥൂലപേശി വികാസം എന്താണ്, സൂക്ഷ്മപേശി വികാസം എന്താണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പഠിച്ചവർക്ക് പെട്ടെന്ന് കിട്ടും ആൻസർ. ഏതാണ് ആൻസർ? സഞ്ചാരശേഷിയുമായി ബന്ധപ്പെട്ടതാണ് സ്ഥൂലപേശി വികാസം. ഇനി അടുത്ത ചോദ്യം, പ്രീ സ്കൂളിലെ ബോധന മാധ്യമം ഏതാണെന്ന്? ഏത് ഭാഷയിലാണ് പഠിപ്പിക്കേണ്ടത്? മാതൃഭാഷയിലായിരിക്കണം. നമ്മളിപ്പോഴും പറയാറുണ്ടല്ലേ, മാതൃഭാഷയിലാണ് പഠിപ്പിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളിൽ ശാരീരിക ചാലക വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രീ സ്കൂൾ തലത്തിലെ ശിശുക്കളിൽ ശാരീരിക ചാലക വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏത്? ചിത്രം വര, പാട്ടുപാടി കളിക്കൽ, കഥ ആസ്വദിക്കൽ, നിറം കൊടുക്കൽ. ഏതായിരിക്കും ആൻസർ? നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. എന്ത്? ശാരീരിക ചാലക വികാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതിൽ സബ് ടോപ്പിക്കായിട്ട് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർജിക്കേണ്ട ശേഷികളും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചതാണ്. ഏതായിരിക്കും ആൻസർ? ആൻസർ ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്, കഥ ആസ്വദിക്കൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങളുള്ള ബുക്കുകളും വരയ്ക്കുന്നതിനുള്ള സാമഗ്രികളും ഏതു ഘട്ടത്തിലാണ് ശിശുവിന് കൊടുക്കാവുന്നത്? മൃഗാദികളുടെ ചിത്രങ്ങളുള്ള ബുക്കുകളും വരയ്ക്കുന്നതിനുള്ള സാമഗ്രികളും ഏതു ഘട്ടത്തിലാണ് ശിശുവിന് കൊടുക്കാവുന്നത്? ഓപ്ഷൻ എ 3 വയസ്സുകാർ, ഓപ്ഷൻ ബി 4 വയസ്സുകാർ, സി 5 വയസ്സുകാർ, ഡി 6 വയസ്സുകാർ. ഏതാണ് ആൻസർ? ആൻസർ ഏതായിരിക്കും? ആൻസർ ബി ആണല്ലേ, 4 വയസ്സുകാർക്കാണ്. ഇതെല്ലാം നമ്മൾ ആർജിക്കേണ്ട കഴിവുകളും അവരുടെ പ്രവർത്തനങ്ങളും എന്നുള്ള ഭാഗത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. ഇനിയും പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടു നോക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക ചാലക വികാസത്തിൽ സൂക്ഷ്മപേശി വികാസത്തിനായി നൽകാവുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ വരയിൽ നടക്കൽ, ബി പന്ത് തട്ടി നടക്കുന്നതിന്, സി മുത്തുകോർക്കൽ, ഡി സൈക്ലിംഗ്. ഏതായിരിക്കും ആൻസർ? വേഗം പറഞ്ഞേ. സൂക്ഷ്മപേശി വികാസമാണ്. ആൻസർ സി ആണ്, മുത്തുകോർക്കൽ. ഞാൻ വീണ്ടും പറയാണ്, സ്ഥൂലപേശി വികാസവും സൂക്ഷ്മപേശി വികാസവും ഒക്കെ നന്നായിട്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്, ഒറിഗാമി നിർമ്മാണം താഴെ പറയുന്നവയിൽ ഏത് വികാസ മേഖലയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് നൽകാവുന്ന പ്രവർത്തനമാണ്? ഓപ്ഷൻ സി വൈജ്ഞാനിക വികാസം, ബി സർഗാത്മകവും സൗന്ദര്യാസ്വാദനപരവുമായ വികാസം, ഭാഷാപരമായ വികാസം, സാമൂഹികവും വൈകാരികവുമായ വികാസം. ഏതായിരിക്കും ആൻസർ? നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയതേ ഉള്ളൂ. ഏതാണ്? ശിശുവികാസ മേഖലയിൽ വരുന്നതാണ്. ഏതാണ്? ആൻസർ ബി ആണല്ലേ, സർഗാത്മകവും സൗന്ദര്യാസ്വാദനപരവുമായ വികാസം. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആർജിക്കേണ്ട കഴിവുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇനിയുള്ള ക്ലാസ്സുകളും ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെ പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളൊന്ന് കണ്ടു നോക്കാം. ഞാൻ വീണ്ടും പറയാണ്, കൂട്ടുകാർക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടാണ് കൂട്ടുകാർക്ക് ഇത് പറഞ്ഞു തരുന്നത്. എന്നിട്ട് കൂട്ടുകാരോട് ഒന്ന് ലൈക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഒട്ടുമിക്ക കൂട്ടുകാരും ആകെ കുറച്ച് പേരാണ് കാണുന്നുള്ളൂ. എങ്കിൽ കൂടിയും അവർ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷമാണ്.
ഒരു എന്താ പറയുക, ഇത്ര സ്ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചിട്ടും ഒന്നും ഇല്ലാതെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. അപ്പം കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യണേന് കൂട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു കാര്യമാണ്. ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കൊരു മോട്ടിവേഷനാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ജോലി നമുക്ക് കിട്ടും, ഉറപ്പുള്ള കാര്യമാണേ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. അക്ഷരം അറിഞ്ഞുകൂടെങ്കിലും കുട്ടി സാങ്കല്പിക എഴുത്ത് നടത്തുന്നതിനും സാങ്കല്പിക വായന നടത്തുന്നതിനുമുള്ള പ്രവണത കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന്. അക്ഷരം അറിഞ്ഞുകൂടെങ്കിലും കുട്ടി സാങ്കല്പിക എഴുത്ത് നടത്തുന്നതിനും സാങ്കല്പിക വായന നടത്തുന്നതിനുമുള്ള പ്രവണത കാണിക്കുന്നത് ഏത് ഘട്ടത്തിലാണെന്ന്. ഓപ്ഷൻസ്: എ 3 വയസ്സുകാർ, ബി 4 വയസ്സുകാർ, സി 5 വയസ്സുകാർ, ഡി 6 വയസ്സുകാർ. ഏതായിരിക്കും ആൻസർ? ആൻസർ സി ആണ്, 5 വയസ്സുകാർ. ഇത് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ച, അതായത് ഇത്രയും ദിവസം പഠിച്ചതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇട്ടത്. ഇതിനു മുമ്പുള്ള ചോദ്യപേപ്പർ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത്രയും പഠിച്ചതിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പം അത് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഈ ഒരു 2022 ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും പറഞ്ഞാൽ ഇടാത്തത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിൽ, നഴ്സറി ടീച്ചറിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂട്ടുകാർ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, നമ്മൾ ഇത്രയും പഠിച്ചപ്പോഴേക്കും തന്നെ 10 ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കൂട്ടുകാരൊന്ന് നോക്കിക്കേ. അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക, ഉറപ്പായിട്ട് കൂട്ടുകാർക്ക് ഈ ജോലി നേടാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സവിശേഷ പ്രവർത്തനങ്ങൾ അഥവാ ഇൻക്ലൂസീവ് കെയറിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ഇൻക്ലൂസീവ് കെയർ ആർക്കൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, വേരിയബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് വേണ്ടത്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭിന്ന ശേഷിയുള്ളവർ. വേരിയബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? വ്യത്യസ്തത പുലർത്തുന്നവർ. ശിശു വികസനത്തിൽ വ്യത്യസ്തത പുലർത്തുന്നവരാണ് വേരിയബിൾ ഡെവലപ്മെൻറ്റ്. ഇനി ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ്. അവരാണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. CWSN എന്ന് പറയും. CWSN, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്, CWSN. നമ്മൾ പറഞ്ഞു അല്ലേ, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം 3 വയസ്സായ ഒരു കുട്ടിയുടെ ചിന്താഗതിയും കഴിവും ആയിരിക്കില്ല 4 വയസ്സായ കുട്ടിയിലുണ്ടാവുക. അതുകൊണ്ട് എല്ലാ പ്രായത്തിലും, അതായത് ഓരോ പ്രായത്തിലും കുട്ടികൾ എന്തായിരിക്കും? വ്യത്യസ്തരാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആർജിക്കേണ്ട കഴിവുകളും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ പ്രായത്തിലും കുട്ടി നേടേണ്ട ശേഷികൾ തീരുമാനിച്ച് യോജിച്ച അനുഭവ പ്രവർത്തനങ്ങൾ വേണം കുട്ടികൾക്ക് നൽകാനായിട്ട്. ഇനി ആവശ്യത്തിന് അനുഭവങ്ങൾ ലഭിച്ചിട്ടും ചില മേഖലകളിൽ വികാസം സംഭവിക്കാത്ത കുട്ടികളും നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളിൽ അല്ലെങ്കിൽ ശിശു വികാര കേന്ദ്രത്തിൽ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഓരോ പ്രായത്തിലും ക്രമാനുഗതമായി നേടേണ്ട ശേഷി വികാസം നേടാത്തവരാണ് ആരിൽ പെടുന്നത്? ഡിഫറെൻ്റ്ലി ഏബിൾഡ്, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്, വേരിയബിൾ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ വിഭാഗത്തിൽ വരുന്നത്. അപ്പം ആ കുട്ടികളെയും മറ്റു കുട്ടികൾക്കൊപ്പം പ്രവർത്തനങ്ങൾ തയ്യാറാക്കി കൊടുക്കാനായിട്ടും നമുക്ക് കഴിയണം. അതിനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ സങ്കലിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സാധാരണ, അതായത് ഇങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെ സാധാരണ കുട്ടികളുടെ ഒപ്പം തന്നെ ഇരുത്തി പഠിപ്പിക്കുക. അതാണ് എന്ത്? സങ്കലിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ അവർക്ക് മറ്റു കുട്ടികളുടെ പോലെയുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലേ, കാരണം അവർക്ക് കഴിവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണം കുട്ടികൾക്ക്, അതായത് അത്ര ഡിഫിക്കൽട്ടീസ് അനുഭവിക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ടി നേരിടുന്ന ആ കുട്ടികളുടെ തലത്തിന് അല്ലെങ്കിൽ അവരുടെ ശേഷികൾക്കനുസരിച്ചിട്ട് വേണം എന്തായിട്ട് യോജിച്ച വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കാനായിട്ട്. അപ്പോൾ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ മറ്റു കുട്ടികളിൽ നിന്നും തിരിഞ്ഞു നിൽക്കില്ല. എല്ലാവരും സമന്മാരായിട്ട് പഠിച്ചു മുന്നേറാനായിട്ട് സാധിക്കും. തുല്യ പരിഗണന കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അധ്യാപകർ ശ്രമിക്കണം. ഇതാണ് ഇൻക്ലൂസീവ് കെയറിൽ വരുന്നത്. അഥവാ ഇൻക്ലൂസീവ് കെയർ എന്ന് വെച്ചാൽ എന്താണ്, സവിശേഷ പ്രവർത്തനങ്ങളിൽ വരുന്നത്. അടുത്തത് ശിശു പ്രവർത്തകയുടെ മുന്നൊരുക്കം. ആരാണ് ശിശു പ്രവർത്തക? അധ്യാപകർ. അപ്പം അധ്യാപകരുടെ മുന്നൊരുക്കത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സൂക്ഷ്മമായ മുന്നൊരുക്കം ഏതൊരു പ്രവർത്തനത്തിൻ്റെയും വിജയത്തിന് അത്യാവശ്യമാണ് അല്ലേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് എന്തായിരിക്കണം, നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയിട്ട് വേണം അവരെ പഠിപ്പിക്കാനായിട്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുമായി ഇടപെടുന്നതിലും കുട്ടികൾ ഇടപെടുന്ന സ്ഥാപനത്തിനും ചുറ്റുപാടിനും ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് ആകർഷകമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇനി കൊടുക്കേണ്ടത്? ഒന്നാമത്തെ മുന്നൊരുക്കം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹവും ആത്മാർത്ഥതയുമുള്ള അധ്യാപികയും ആയയും ഉണ്ടാവണം അല്ലേ. നമ്മൾ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളൊരു കാര്യം പറയുമ്പോഴേക്ക് ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്ന ക്ഷമയുള്ള അധ്യാപകരായിരിക്കണം അല്ലേ. ക്ഷമയുള്ളവർക്ക് മാത്രമാണ് കുഞ്ഞുങ്ങളോട് പെരുമാറാനായിട്ട് സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ആ ദേഷ്യം കടിച്ചമർത്തി നമുക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് വേണം? സ്നേഹവും ആത്മാർത്ഥതയുമുള്ള അധ്യാപികയും ആയയുമായിരിക്കണം. ഇനി രണ്ടാമത്തെ മുന്നൊരുക്കം എന്താണ്? ആവശ്യത്തിനുള്ള സ്ഥല സൗകര്യം പ്രയോജനപ്പെടുത്തൽ, ആരോഗ്യകരമായ ചുറ്റുപാട്, അപകടരഹിതവും അപായരഹിതവുമായ ചുറ്റുപാട്, ആകർഷകമായ ശിശുവിഹാര കേന്ദ്രം, ശിശു സൗഹൃദ ടോയ്ലറ്റ്, സഹകരിക്കുന്ന സമൂഹം, അനുഭവ പ്രവർത്തനങ്ങൾ, പ്രവർത്തനമൂല അഥവാ ക്ലാസ് മുറി. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒരു ക്ലാസ് റൂം ഉണ്ടായിരിക്കണം. പിന്നെയോ സ്നേഹമുള്ള അധ്യാപകരും ആത്മാർത്ഥതയും സ്നേഹമുള്ള അധ്യാപികയും അതുപോലെ തന്നെ ആയയും ആൻറ്റിയും ആയിരിക്കണം. പിന്നെയോ ആവശ്യത്തിനുള്ള സ്ഥല സൗകര്യം പ്രയോജനപ്പെടുത്തൽ, ആരോഗ്യകരമായ ചുറ്റുപാട്, അപകടരഹിതവും അപായരഹിതവുമായ ചുറ്റുപാട്, ആകർഷകമായ ശിശുവിഹാര കേന്ദ്രം, ശിശു സൗഹാർദ്ദ ടോയ്ലറ്റ്, സഹകരിക്കുന്ന സമൂഹം, അനുഭവ പ്രവർത്തനങ്ങൾ. ഇനി ശിശുവിഹാര കേന്ദ്രത്തിൻ്റെ അകവും പുറവും ആകർഷകവും ശിശു സൗഹാർദ്ദപരവുമായിരിക്കണം. ഓക്കെ, എന്താണ് ശിശുവിഹാര കേന്ദ്രത്തിൻ്റെ, അതായത് പ്രീ പ്രൈമറി സ്കൂളിൻ്റെ അകവും പുറവും ആകർഷകവും ശിശു സൗഹൃദപരവും ആയിരിക്കണം. ഇനി ക്ലാസ് മുറി അഥവാ പ്രവർത്തനമൂല എങ്ങനെയായിരിക്കണം? ക്ലാസ് മുറി എങ്ങനെ ഇരിക്കണം? വിവിധ പ്രവർത്തന മൂലകൾ ഉണ്ടായിരിക്കണം. ശിശു സൗഹാർദ്ദപരമായിരിക്കണം. ശിശു സൗഹൃദ ഇരിപ്പിടം ഉണ്ടാകണം. ആവശ്യത്തിന് സ്ഥല സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അധ്യാപികയ്ക്കുള്ള പഠന ബോധന സാമഗ്രികൾ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. ആവശ്യത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ക്രമീകരണം. 3, 4, 5 വയസ്സിന് യോജിച്ച പഠന കളിക്കോപ്പുകളും ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് പ്രീ പ്രൈമറിയുടെ ക്ലാസ് മുറി അഥവാ പ്രവർത്തന മൂല എങ്ങനെയാണ് ഇരിക്കേണ്ടത്? വിവിധ പ്രവർത്തന മൂലകൾ ഉണ്ടായിരിക്കണം. പിന്നെയോ കുട്ടിക്ക് സൗഹൃദപരമായിട്ടുള്ളത്, അപ്പോൾ ശിശു സൗഹൃദമാണ് ആയിരിക്കണം. പിന്നെയോ ശിശു സൗഹൃദ ഇരിപ്പിടം വേണം. ആവശ്യത്തിന് സ്ഥല സൗകര്യം, അധ്യാപികയ്ക്കുള്ള പഠന ബോധന സാമഗ്രികൾ ഉപകരണങ്ങൾ, ആവശ്യത്തിന് പ്രയോജനപ്പെടുത്താവുന്ന ക്രമീകരണം, 3, 4, 5 വയസ്സിന് യോജിച്ച പഠന കളിക്കോപ്പുകളും ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ടോപ്പിക്കാണ് ലേണിംഗ് പ്ലാൻ അഥവാ ദൈനംദിനം. ഒരു തീമിനെ സമഗ്രമായി കണ്ടുകൊണ്ട് ഓരോ വികാസ മേഖലയ്ക്കും യോജിച്ച അനുഭവ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കണം. ഓരോ ദിവസത്തെയും ആവശ്യമായ അനുഭവ പ്രവർത്തനങ്ങൾ സന്ദർഭാനുസരണം കോർത്തിണക്കി ദൈനംദിന ആസൂത്രണം, അതായത് അധ്യാപികയുടെ നോട്ട് തയ്യാറാക്കണം. ഇതിന് പ്രത്യേക രൂപമോ അല്ലെങ്കിൽ ഇത് തന്നെ ആകണമെന്നോ നിർബന്ധമില്ല. എന്നാൽ
പ്രക്രിയാബന്ധിതവും പ്രവർത്തനാധിഷ്ഠിതവും കുട്ടികൾക്ക് രസകരവും ആനന്ദദായകമായ രീതിയിലും അനുഭവ പ്രവർത്തനങ്ങൾ ഒരുക്കാൻ ഇത്തരമൊരു രേഖപ്പെടുത്തൽ അത്യാവശ്യമാണ്. മേഖലകൾ വിട്ടുപോകാതെ കുട്ടികളെ നിരന്തരം വിലയിരുത്താനും അധ്യാപികയെ ഇത് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ ലേണിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ, അതായത് ദൈനംദിന ആസൂത്രണം. നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ടായിട്ട് എഴുതി വെക്കുന്നു. അപ്പോൾ നമുക്കത് എന്താ പറയുക, വ്യക്തതയോടും കൃത്യതയോടും കൂടി നിർവഹിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ അനുഭവ പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും കൊടുക്കേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ച് നമുക്കത് കുട്ടികൾക്ക് കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയൊരു ലേണിംഗ് പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പ്രക്രിയാബന്ധിതമായും പ്രവർത്തനാധിഷ്ഠിതമായും രസകരമായും ആനന്ദദായകമായ രീതിയിലും അനുഭവ പ്രവർത്തനങ്ങൾ ഒരുക്കാനായിട്ട് ഈ ഒരു ലേണിംഗ് പ്ലാൻ അധ്യാപകരെ സഹായിക്കും. ഇനി കുട്ടിയുടെ സമഗ്ര വികാസത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലാസ് റൂമിന് അകത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ക്ലാസ് റൂമിന് പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് ചേരുന്നതാണ് കുട്ടിയുടെ സമഗ്ര വികാസം. അപ്പോൾ ഈ സമഗ്ര വികാസവുമായി റിലേറ്റ് ചെയ്തിട്ട് ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ഏതാണെന്ന് പെട്ടെന്ന് ഓർക്കുന്നില്ല, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ ക്വസ്റ്റ്യൻ ഏതാന്ന്. അപ്പം ഈ സമഗ്ര വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ് റൂമിന് പുറത്തുള്ള പ്രവർത്തനങ്ങളും ക്ലാസ് റൂമിന് അകത്തുള്ള പ്രവർത്തനങ്ങളും കൂടി ചേർന്നതാണ്. അപ്പോൾ ക്ലാസ് റൂമിന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ വരും അവിടെ? വ്യക്തിഗത സ്വതന്ത്ര കളികൾ, ഇനിയോ ശിശു നിയന്ത്രിത ദൈനംദിന പ്രവർത്തനങ്ങൾ. ഏതൊക്കെ കാര്യങ്ങളാണ്? ക്ലാസ് റൂമിന് പുറത്ത് നടക്കുന്നത് വ്യക്തിഗത സ്വതന്ത്ര കളികളും, പിന്നെയോ ശിശു നിയന്ത്രിത ദൈനംദിന പ്രവർത്തനങ്ങൾ. ക്ലാസ് റൂമിനകത്തുള്ള പ്രവർത്തനങ്ങൾ ഏതാണ്? ഗ്രൂപ്പ് നിയന്ത്രിത കളികളും അധ്യാപിക നൽകുന്ന പുതിയ പ്രവർത്തനങ്ങൾ, സംഭവങ്ങൾ. ഗ്രൂപ്പ് നിയന്ത്രിത കളികൾ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അധ്യാപിക നൽകുന്ന പുതിയ പ്രവർത്തനങ്ങൾ, സംഭവങ്ങൾ. ഇനി ഈ ലേണിംഗ് പ്ലാനിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞതാണ് എന്തെങ്കിൽ കൂടിയും. എന്താണ് ലേണിംഗ് പ്ലാനിൻ്റെ പ്രത്യേകത? പ്രവർത്തനങ്ങൾക്ക് ഔപചാരിക തുടക്കവും ഒടുക്കവുമില്ല. ലേണിംഗ് പ്ലാനിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞൂലേ, കൃത്യമായിട്ട് ഇന്നത് തന്നെ ഇന്നതുപോലെ തയ്യാറാക്കി പഠിപ്പിക്കണമെന്നില്ല. അപ്പോൾ അതിന് പ്രത്യേക രൂപമോ ഇത് തന്നെ ആകണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല. അതാണ് പറയുന്നത്, പ്രവർത്തനങ്ങൾക്ക് ഔപചാരിക തുടക്കവും ഒടുക്കവുമില്ല. പിന്നെയോ കുട്ടിയുടെ ഇഷ്ടാനുസരണം തുടങ്ങാം, അവസാനിപ്പിക്കാം. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തുടങ്ങുകയും ചെയ്യാം, അവസാനിപ്പിക്കുകയും ചെയ്യാം. പിന്നെയോ പ്രാദേശികമായ അവസരങ്ങൾ, സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതാവണം. പ്രാദേശികമായ അവസരങ്ങൾ, സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം. ഓരോ വിശേഷങ്ങളൊക്കെ വരില്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ലേണിംഗ് പ്ലാൻ തയ്യാറാക്കാം. പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പഠന കളിക്കോപ്പുകൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും. എന്താണ്? പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പഠന കളിക്കോപ്പുകൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്തതാണ് വിലയിരുത്തൽ കോളം. വിലയിരുത്തൽ കോളത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ എഴുതുക? എന്തായിരിക്കും എഴുതുക? കുട്ടിയുടെ ശാരീരികവും മാനസികവും വൈജ്ഞാനികവും സാമൂഹികവുമായ മാറ്റങ്ങൾ നിരന്തരമായിട്ട് വിലയിരുത്തുന്നു. എന്താണ് വിലയിരുത്തൽ കോളത്തിൽ വരിക? കുട്ടിയുടെ ശാരീരികവും മാനസികവും വൈജ്ഞാനികവും സാമൂഹികവുമായ മാറ്റങ്ങൾ അധ്യാപിക നിരന്തരമായി വിലയിരുത്തുന്നു. ആ വിലയിരുത്തുന്നതാണ് വിലയിരുത്തൽ കോളത്തിൽ എഴുതുന്നത്. കുട്ടിയെ മെച്ചപ്പെടുത്താനും അധ്യാപികയ്ക്ക് സ്വയം മെച്ചപ്പെടാനും വിലയിരുത്തൽ പേജിലെ പ്രതികരണത്തിലൂടെ സാധിക്കും. കുട്ടിയെ മെച്ചപ്പെടുത്താനും അധ്യാപികയ്ക്ക് സ്വയം മെച്ചപ്പെടാനും വിലയിരുത്തൽ പേജിലെ പ്രതികരണത്തിലൂടെ സാധിക്കും. മാസത്തിൽ പഞ്ചായത്തു തലത്തിൽ കൂടിയിരിക്കുമ്പോൾ സ്വന്തം അനുഭവങ്ങൾ ഓരോ അധ്യാപികയും അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. ഇനി അടുത്തതാണ് വാർഷിക രൂപരേഖ. വാർഷിക രൂപരേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന അനുഭവ പ്രവർത്തനങ്ങൾ ചിട്ടയോടെ തുടർച്ചയായി നൽകണമെങ്കിൽ സമഗ്രമായ ആസൂത്രണം ആവശ്യമാണ്. ഈ ആസൂത്രണത്തിൽ പ്രാദേശിക സാധ്യതകൾ പരിഗണിക്കണം. പ്രായോഗികവും കാര്യക്ഷമവും വഴക്കവുമുള്ളതുമായ ഒരു പ്രവർത്തന സമയക്രമം ഉണ്ടാകണം.
അധ്യാപികയ്ക്ക് തുടർന്ന് സൂക്ഷ്മതല ആസൂത്രണം നടത്തുന്നതിന് ഈ വാർഷിക രൂപരേഖ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ശിശുവികസന പ്രക്രിയ സമ്പുഷ്ടമാക്കുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാധീനം ചെലുത്തുന്നത്? നമ്മൾ പറഞ്ഞു നേരത്തെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു തോന്നുന്നു അല്ലേ. ശിശുവികസന പ്രക്രിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്? കുട്ടി അന്തരീക്ഷമാണ് അല്ലേ, പര്യാവരണം. കുട്ടി പഠിക്കുന്ന സാഹചര്യം, വീട്ടിലെ സാഹചര്യം ആവാം, എന്തുമാവാം, ചുറ്റുപാടിനെയാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ശിശുവികസന പ്രക്രിയ സമ്പുഷ്ടമാക്കുന്നതിൽ ആന്തരിക ഘടകങ്ങളും ചുറ്റുവട്ടവും ഒരേപോലെ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. ആന്തരിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിതകവും ജീവശാസ്ത്രപരമായ ഘടകം. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആന്തരിക ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിതകവും ജീവശാസ്ത്രപരമായ ഘടകങ്ങൾ. പിന്നെന്താണ്? ചുറ്റുവട്ടം. ചുറ്റുവട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവ അന്തരീക്ഷമാണ് ചുറ്റുവട്ടത്തിൽ വരുന്നത്. നമ്മുടെ പര്യാവരണം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറയും. ഈ 2 ഘടകങ്ങളാണ് ശിശുവികസന പ്രക്രിയയെ സമ്പുഷ്ടമാക്കുന്നത്. ചുറ്റുവട്ടത്തിൽ ഉൾപ്പെടുന്ന സംവിധാനങ്ങളും ശിശുവിൻ്റെ അനുഭവങ്ങളുമാണ് ആസൂത്രിതമായിട്ട് രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നത്. എന്താണ്? ചുറ്റുവട്ടത്തിൽ ഉൾപ്പെടുന്ന നമ്മുടെ പര്യാവരണത്തിൽ ഉൾപ്പെടുന്ന സംവിധാനങ്ങളും ശിശുവിൻ്റെ അനുഭവങ്ങളുമാണ് ആസൂത്രിതമായി രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നത്. ആസൂത്രിത ചുറ്റുവട്ടം പ്രദാനം ചെയ്യാൻ കഴിയുന്നത് മുഖ്യമായും പ്രീ സ്കൂൾ അന്തരീക്ഷത്തിനാണ്. ഇപ്പം നമ്മളെങ്ങനെയാണ് ഒരു അംഗനവാടിയിൽ അല്ലെങ്കിൽ പ്രീ സ്കൂളിൽ കൊണ്ടുവന്നാക്കുക? നല്ലൊരു അറ്റ്മോസ്ഫിയർ വേണം അല്ലേ. നല്ല കളിക്കോപ്പുകളും അതുപോലെ തന്നെ നല്ല ക്ലാസ് മുറികളും, എന്താ പറയുക, സ്മാർട്ട് ക്ലാസ് പോലത്തെ പ്രീ സ്കൂളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളവിടെ വിടൂലേ. അപ്പം ഒരു സാഹചര്യം വേണം അല്ലേ, നല്ലൊരു അന്തരീക്ഷം അവിടെ അനിവാര്യമാണ്. അപ്പോൾ എന്തായിരിക്കണം? അതായത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഫലമാകണമെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഭൗതിക അന്തരീക്ഷം സ്കൂൾ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കാൻ പര്യാപ്തമായ വിധത്തിൽ സജ്ജീകരിക്കാനായിട്ട് കഴിയണം. കുട്ടികൾക്ക് യഥേഷ്ടം വിഹരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം അല്ലേ. കുട്ടികൾക്ക് നന്നായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. അവർക്ക് കളിക്കാനുള്ള ഇടം, അതുപോലെ തന്നെ കളിക്കാനുള്ള ഉപകരണങ്ങൾ, പഠനോപാധികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം. എങ്ങനെ? ഒരു മിനിമം സ്റ്റാൻഡേർഡിലെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അധ്യാപികയുടെയും ആയയുടെയൊക്കെ യോഗ്യത, ശിശുക്കളുടെ പ്രവേശന മാനദണ്ഡം, ക്ലാസ്സുകളുടെ തരംതിരിവ്, സ്കൂൾ സമയക്രമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? കുട്ടിയുടെ താല്പര്യങ്ങൾക്കാണ്. കുട്ടിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സ്വതന്ത്രമായി ചലിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. സ്വതന്ത്രമായി ചലിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടാകണം. പിന്നെയോ അപകടരഹിതമായ സംവിധാനം, ആകർഷണീയതയും പുനർനിർമ്മാണ സാധ്യതയും, പ്രകൃതി സസ്യലതാദികളും ജന്തുജാലവും, ജിജ്ഞാസ വളർത്തുന്നതും ജ്ഞാനതൃഷ്ണ ശമിപ്പിക്കുന്നതിനുമുള്ള ഉപാധികൾ, കായിക പ്രവർത്തനത്തിനും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കും സാധ്യത, കലാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള വേദി, സ്നേഹം, പരിലാളന, സുരക്ഷിതത്വം എന്നിവയുടെ ലഭ്യത. എന്താണ് കുട്ടികളുടെ താല്പര്യങ്ങൾ? എന്തൊക്കെയാണ്? സ്വതന്ത്രമായി ചലിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള സൗകര്യം, അപകടരഹിതമായ സംവിധാനം, ആകർഷണീയതയും പുനർനിർമ്മാണ സാധ്യതയും, പ്രകൃതി സസ്യലതാദികളും ജന്തുജാലവും, ജിജ്ഞാസ വളർത്തുന്നതും ജ്ഞാനതൃഷ്ണ ശമിപ്പിക്കുന്നതിനുമുള്ള ഉപാധികൾ, കായിക പ്രവർത്തനത്തിനും മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കും സാധ്യത, കലാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള വേദി, സ്നേഹം, പരിലാളന, സുരക്ഷിതത്വം എന്നിവയുടെ ലഭ്യത. ഓക്കെ, ഇനി അടുത്തതാണ് പ്രീ സ്കൂൾ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് പ്രീ സ്കൂൾ ലക്ഷ്യങ്ങൾ? പ്രവേശിപ്പിക്കപ്പെടുന്ന മുഴുവൻ ശിശുക്കൾക്കും പാഠ്യപദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും ലഭ്യമാകത്തക്ക വിധത്തിൽ സൗകര്യങ്ങൾ, അനുഭവങ്ങൾ, പങ്കാളിത്തം തുടങ്ങിയവ
ഉറപ്പാക്കുക. എന്താണ്? പ്രവേശിക്കപ്പെടുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും എന്ത് കൊടുക്കണം? പാഠ്യപദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ പൂർണ്ണമായി ലഭ്യമാക്കത്തക്ക വിധത്തിൽ സൗകര്യങ്ങൾ, അനുഭവങ്ങൾ, പങ്കാളിത്തം തുടങ്ങിയവ ഉറപ്പാക്കുക. രണ്ടാമത്തെ കാര്യം, ശിശുക്കളുടെ വിഭിന്ന ശേഷികൾക്കും സാമൂഹിക പിന്നോക്കാവസ്ഥകൾക്കും സവിശേഷമായ ഇടപെടലുകൾക്കും പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുക. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ശിശുക്കളുടെ വിഭിന്ന ശേഷികൾക്കും സാമൂഹിക പിന്നോക്കാവസ്ഥകൾക്കും സവിശേഷമായ ഇടപെടലുകൾക്കും പ്രത്യേക പരിഗണന ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, സാമൂഹ്യ ബോധനം വഴി രക്ഷാകർതൃ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? സാമൂഹ്യ ബോധനം വഴി രക്ഷാകർതൃ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രീ സ്കൂളിൻ്റെ സ്ഥലവിസ്തൃതി എങ്ങനെയാണ്, കെട്ടിടം റൂമുകളൊക്കെ എങ്ങനെ ഇരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കേണ്ടത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സ്ഥലവിസ്തൃതി എന്താണ്, എങ്ങനെയാണ് ക്ലാസ് റൂമുകളൊക്കെ ഇരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ് അതിനെക്കുറിച്ചിട്ടുള്ളതാണ്, ഭൗതിക ഘടനയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാം. ഇപ്പോൾ ശബ്ദം തീരെ വയ്യാണ്ടായി, അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ കൂട്ടുകാരോട് ഞാൻ വീണ്ടും പറയാണ്, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.